നാട്ടിലിപ്പോൾ ചില ഉമ്മമാര് അറിയണം, ചില വാപ്പമാര് അറിയണം, മക്കള് കയറി റൂമിൽ കയറി വാതിലടച്ചാൽ പിന്നെ വാതിൽ മുട്ടിയാലും തുറക്കുന്നില്ല. ഡോർ എപ്പോഴും ലോക്കാണ്. 2 മണിക്കൂറായി, 3 മണിക്കൂറായി, 4 മണിക്കൂറായി, ഡോർ എപ്പോഴും ലോക്കാണ്. എന്താണ് പ്രശ്നം? മകനാണെങ്കിൽ കാട്ടറായി അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അവൻ കഞ്ചാവ് വലിച്ചിരിക്കുകയാണ്. അവനറിയില്ല, രാവറിയില്ല, അവന് പകലറിയില്ല. അവൻ കഞ്ചാവിന് അഡിക്റ്റാണ്. കഞ്ചാവ് മീൻസ് ഗാഞ്ച. അവൻ ഗാഞ്ചയുടെ അഡിക്റ്റാണ്. അവൻ ഗാഞ്ചയുടെ അഡിക്റ്റായിട്ട് അവന് സ്വയബോധമില്ല. അവന് ദുഹറില്ല, സുബഹിയില്ല, അസറില്ല, മഗ്രിബില്ല. ഞാനൊരു സ്ഥലത്ത് വഴുതിന് പോയപ്പോൾ ഉമ്മ എനിക്കൊരു കത്ത് തന്നു വിട്ടു. ആ കത്തിൽ പറയുന്ന ഉമ്മയുടെ സങ്കടം എന്താണെന്നറിയും? ഉസ്താദേ, എനിക്ക് ഒരേ ഒരു മകൻ, അവന്റെ പിതാവ് കുഞ്ഞുനാളിലങ്ങ് മരണപ്പെട്ടു പോയ അവന്റെ പ്രിയപ്പെട്ട പിതാവ്, അവൻ യതീമായി. ഞാനാണ് അവനെ പോറ്റിയത്, വളർത്തിയത്. സൗന്ദര്യമുണ്ടായിരുന്നു എനിക്ക്. ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ മറ്റൊരു മംഗലത്തിനങ്ങ് നിർബന്ധിച്ചു, കമ്പൽ ചെയ്തു. ഞാൻ സമ്മതിച്ചില്ല. എന്റെ മകനെ ഓർമ്മിച്ച് ഞാനൊരു നിക്കാഹിന് സന്നദ്ധയായില്ല. ഞാൻ ആ മകനെ വളർത്തി വലുതാക്കി. പക്ഷേ എന്തു ചെയ്യാൻ ഉസ്താദേ? ഇന്ന് അവൻ എന്റെ വീട്ടിൽ കയറി വരുന്നത് എനിക്ക് പേടിയാണ്. ആര് പറയാണത്? ഉമ്മ പറയാണ്. ഒരു രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് എന്റെ ശരീരത്തിലൂടെ ഒരു കരങ്ങൾ ഇങ്ങനെ എഴയുകയാണ്. എന്റെ ശരീരത്തിലൂടെ ഒരു കരങ്ങൾ ഇങ്ങനെ എഴയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞാൻ പ്രസവിച്ച പൊന്നുമോനില്ലയോ, ഞാൻ പാലൂട്ടിയ പൊന്നുമോനില്ലയോ, ഞാൻ താരാട്ടിയ പൊന്നുമോനില്ലയോ, ഞാൻ മുത്തം കൊടുത്ത് എന്റെ കൈകളിൽ വളർത്തി വലുതാക്കിയ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കഞ്ചയടിച്ചിട്ട്, ഗാഞ്ച വലിച്ചിട്ട് ലെവലില്ലാതെ, കള്ളു കുടിച്ചിട്ട് ലെവലില്ലാതെ, അവന്റെ ഉമ്മയെ തിരിച്ചറിയാതെ, അവന്റെ അമ്മയെ തിരിച്ചറിയാതെ, അവന്റെ കാമപൂർത്തീകരണത്തിന് അവന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ശരീരത്തെ കയറി പിടിക്കാൻ വന്നിരിക്കുകയാ. ഉസ്താദേ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഔത്തിൽ നിന്ന് ഇറങ്ങി ഓടി. അന്ന് മഴ പെയ്യുന്ന രാത്രിയായിരുന്നു. ഞാൻ വെളിച്ചമില്ല, കറണ്ട് കട്ടായ സമയമായിരുന്നു. എന്റെ മകന്റെ മുഖം അരണ്ട വെളിച്ചത്തിൽ കണ്ട് ഞാൻ പേടിച്ച് നിലവിളിച്ച് ഞാൻ കരഞ്ഞുകൊണ്ടിറങ്ങി ഓടി. ഉസ്താദേ, പള്ളിയിൽ സുബഹിയുടെ ബാങ്ക് കേട്ടപ്പോഴാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് വരെ ഒരു കടയുടെ വാരാന്തയിൽ പോയി ഞാനിരുന്നു. ഒരു കടയുടെ വാരാന്തയിൽ പോയി കൂരിരുട്ടത്ത് ആരും ഇവിടെ വരരുതേ എന്ന് പിന്തുടർന്നെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിരുന്നു. ഉസ്താദേ, സുബഹിക്ക് ബാങ്ക് വിളിച്ചപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കിടക്കുന്ന മുറിയിൽ എന്റെ മകനതാ നഗ്നനായി കിടക്കുകയാണ്. അവനോട് മുണ്ടില്ല, അവന് ഷർട്ടില്ല. സ്വന്തം മാതാവിനെ ഗാഞ്ച വലിച്ചിട്ട് ലെവലില്ലാതെ, ലക്കില്ലാതെ കടന്നു പിടിക്കുന്ന പുതിയ സമൂഹത്തിലെ നശിച്ചു നാറിയ മക്കളെ, നിങ്ങൾ എന്തൊരു മക്കളാണ്! കഞ്ചാവ് വലിച്ചിട്ട്, കള്ളു കുടിച്ചിട്ട് ഉമ്മയെ തിരിച്ചറിയാത്തവൻ, പ്രിയപ്പെട്ട പെങ്ങളെ തിരിച്ചറിയാത്തവൻ, 14 വയസ്സുള്ള പെങ്ങളതാ ബാത്റൂമിൽ കുളിക്കുകയാണ്. ഒളിക്യാമറ വെച്ച്, ഹിഡൻ ക്യാമറ വെച്ചിട്ട് അവൻ ആ കുളിസീൻ മുഴുവനും പിടിക്കുകയാണ്. ആ കുളിസീൻ മുഴുവനും പിടിച്ചിട്ട് അവൻ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പണം വാങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ ജീവിക്കുന്ന ലോകമാണ് ഈ ലോകം. ഇതെന്തൊരു കഷ്ടമാണ്! ഇങ്ങനെ മക്കളെ വളർത്തിയാൽ മതിയോ? ഒരു ഹോസ്പിറ്റലിൽ അബോർഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു ഒരു പെൺകുഞ്ഞിനെ. ഇന്നലത്തെ മൈക്രോ ഓപ്പറേറ്റർ അല്ലല്ലോ ഇന്ന് മൈക്രോ ഓപ്പറേറ്റർ അല്ലേ? വ്യത്യാസമുണ്ടല്ലോ. ഇന്നത്തെ മൈക്രോ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. അബോർഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. ഇന്ത്യ രാജ്യത്ത്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, ഇന്ത്യ രാജ്യത്ത് 20 ലക്ഷം, എത്ര? 20 ലക്ഷം, എത്ര
കേട്ടില്ല ജോറിൽ ചൊല്ലോ. എത്രയാ? 20 ലക്ഷം. 20 ലക്ഷം അബോർഷൻ നടക്കുന്നുണ്ട് പ്രതിവർഷം ഇന്ത്യ രാജ്യം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്. ഈ അബോർഷൻ ചെയ്യുന്നത് ആരെയാണ്? കൂടുതലും പെൺകുട്ടികളെയാണ് അബോർഷൻ ചെയ്യുന്നത്. ഇത് ഏത് രാജ്യമാണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയുടെ രാജ്യത്ത് സത്യവും അഹിംസയും എന്ന സിദ്ധാന്തം മുറുകെ പിടിച്ചുകൊണ്ട് പോരാട്ടം നടത്തിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ രാജ്യത്ത് പ്രതിവർഷം 20 ലക്ഷത്തോളം അബോർഷനുകൾ നടക്കുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ രാജ്യത്ത്. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ അബോർഷൻ ചെയ്യാൻ വേണ്ടി ഒരു കുട്ടിയെ കൊണ്ടുവന്നു. അന്നേരത്ത് ഒരു നഴ്സ് വന്നിട്ട് പറഞ്ഞു, അല്ല, ഇതിപ്പോ നിയമവിരുദ്ധമാണ്, അബോർഷൻ ചെയ്യാൻ പറ്റൂല. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് പ്രസവിച്ചു തരാമോ? ഞങ്ങൾ ആ കുഞ്ഞിനെ നോക്കിക്കൊള്ളാം. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് പ്രസവിച്ചു തരാമോ? ആ കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോ ഇവര് കൊണ്ടുവന്ന ഹോസ്പിറ്റല് ക്രിസ്തീയമായ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലാണ്. അപ്പൊ ക്രിസ്തീയ മാനേജ്മെന്റിന്റെ കീഴിൽ ഒരുപാട് ആതുരാലയങ്ങളുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ കുറെ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നഴ്സ് വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ ആ കുഞ്ഞിനെ ഒന്ന് പ്രസവിച്ചതാ, ഞങ്ങൾ അതിനെ വളർത്തിക്കൊള്ളാം, പിന്നെ നിങ്ങൾ അതിനെ നോക്കണ്ട. അന്നേരത്ത് ആ പിതാവ് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ കുഞ്ഞിനെ പ്രസവിച്ച് തരാമെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനൊരു പിതാവ് ഉണ്ടാവണ്ടേ? ആ കുഞ്ഞിനൊരു മാതാവ് ഉണ്ടാകണ്ടേ? പിന്നെ മാതാവും പിതാവും ഇല്ലാതെ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ മുളച്ചു വരുമോ കുഞ്ഞ്? അപ്പോ ആ പ്രായമുള്ള പിതാവ് പറയാണ്, ഈ കുഞ്ഞിന്റെ പിതാവ് ആരാണെന്ന് അറിയുമോ? ആ നിൽക്കുന്ന 16 വയസ്സുകാരനാണ്. ആ നിൽക്കുന്ന 16 വയസ്സുകാരനാണ്. ആ 16 വയസ്സുകാരനാണ് ഈ 14 വയസ്സുകാരിയുടെ പ്രിയപ്പെട്ട ഉദരത്തിൽ പിറന്നു വീണ കുഞ്ഞിന്റെ പിതാവ്. അവൻ ഇവളുടെ ആരാന്നറിയുമോ? അവൻ ഇവളുടെ സഹോദരനാണ്. സ്വന്തം ഉമ്മാക്ക് ജനിച്ചവൻ, സ്വന്തം ബാപ്പാക്ക് ജനിച്ചവൻ, സ്വന്തം സഹോദരിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ആരാ? അവരുടെ പ്രിയപ്പെട്ട സഹോദരൻ. ഇനി നിങ്ങൾ പറ, ഈ കുഞ്ഞിനെ ഞങ്ങൾ പ്രസവിച്ചാൽ നിങ്ങൾ വളർത്തുമോ? ഇതെന്തൊരു ദുർഗതിയാണ് സഹോദരൻ. അങ്ങനെ ഉണ്ട്. അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ കുറെ മക്കളുണ്ട്. ആ മക്കൾ, ഒരാളുടെ പിതാവിന്റെ വയസ്സ് 16 ആണ്. ഇന്നും ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്. ആ കുഞ്ഞിനോട് നിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിന് അറിയില്ല പറയാൻ. പക്ഷേ രേഖകളിലുണ്ട് ആ കുഞ്ഞിന്റെ പിതാവിന് വയസ്സ് 16 മാത്രമേ പ്രായമുള്ളൂ. 16 വയസ്സ് പ്രായമുള്ള ഒരാളുടെ മുഖത്ത് നോക്കി അബ്ബാ എന്ന് വിളിക്കാൻ ആ കുഞ്ഞ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര വലിയ ദുർഗതിയാണ്. അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമുക്ക് നല്ല സൗന്ദര്യമുള്ള മക്കളെ തന്നപ്പോൾ രക്ഷകർത്താക്കൾക്ക് വിലയില്ല. എന്നാൽ ഉമ്മമാരെ, ഞാനൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ താജുൽ ഉലമ ഉള്ളാള് തങ്ങളുടെ ഉള്ളാളത്ത് പഠിക്കുന്ന സമയത്ത്, അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയങ്കരനായ ഉസ്താദ് താജുൽ ഉലമ ഉള്ളാള് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളുടെ ദർജ നീ ഏറ്റി കൊടുക്കണേ തമ്പുരാനേ. അവിടുത്തെ മഹത്വം കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ മഹത്വവും ബറക്കത്തും നൽകണേ തമ്പുരാനേ. താജുൽ ഉലമയുടെ ഉള്ളാളത്ത് ഞാൻ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതാ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നിസ്കരിക്കാൻ അങ്ങ് പുറപ്പെട്ടു പോകുമ്പോൾ അവിടെ ഒരു കുട്ടി കിടക്കുകയാണ്. ആ കുട്ടിയുടെ പ്രത്യേകത എന്താണ്? ആ കുട്ടി എഴുന്നേൽക്കുന്നില്ല. 10 വയസ്സ് പ്രായമുണ്ടാകും ആ കുട്ടിക്ക്. 10 വയസ്സ് പ്രായമുണ്ട് ആ കുട്ടിക്ക്. ആ കുട്ടി എഴുന്നേൽക്കുന്നില്ല. ഒരു ജനാസ പോലെ ഇങ്ങനെ കിടക്കും. കണ്ണ് വലിയ കണ്ണുകളാണ്. ആ കണ്ണ് എപ്പോഴും തുറന്നിരിക്കും. കൺപീലി ഇല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, കൺപീലി ആ കുഞ്ഞിനില്ല. എപ്പോഴും മീനിന്റെ കണ്ണ് പോലെ
തുറന്നിരിക്കും, വലിയ തലയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു മാതാവ് ആ കുഞ്ഞിന്റെ ചാരത്ത് എപ്പോഴും ഇരുന്ന് അതിന് കന്മശി എഴുതി കൊടുക്കും, അതിന് പൗഡർ ഇട്ട് കൊടുക്കും, അതിന്റെ പുറത്ത് അത്തറ് പൂശിക്കൊടുക്കും, ആ കുഞ്ഞിനെ മടിയിലെടുത്തു വെച്ച് താരാട്ടു പാടും. അങ്ങനെ ഒരു ഉമ്മയെയും ഒരു മകനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഉമ്മയെയും മകനെയും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു, ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്തിനടുത്ത് വെമ്പായം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. 30 വയസ്സ് പ്രായമുള്ള ഒരു മകൻ, ഒരു ഉമ്മ. ആ മകന്റെ പ്രത്യേകത എന്താണ്? ആ മകൻ ഇന്നുവരെ എഴുന്നേറ്റിട്ടില്ല. ആ മകൻ ഇന്നുവരെ എഴുന്നേറ്റിട്ടില്ല. തൊട്ടിലാണ് കിടത്തിയിരിക്കുന്നത്. തൊട്ടിലിന് എന്താ പറയാ അവിടെ? തൊട്ടിലാണ്. 30 വയസ്സ് പ്രായമുണ്ട് ആ കുട്ടിക്ക്. ആ കുട്ടിയെ കിടത്തിയിരിക്കുന്നത് തൊട്ടിലാണ്. എഴുന്നേറ്റിട്ടില്ല. നിലത്ത് കിടത്താൻ കഴിയൂല. നിലത്ത് കിടത്തിയാൽ നിലത്ത് കിടന്നിട്ട് ഈ കുട്ടി തലയിട്ട് തറയിൽ അടിക്കുകയാണ്. അടിച്ച് തല പൊട്ടിക്കും, കൈ സ്വമേധയാ കടിച്ചു പറിക്കും. അങ്ങനൊരു ഉമ്മ. ആ ഉമ്മാക്കൊരു മോൻ 29-30 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ ആ മകൻ കിടന്ന സ്ഥലത്ത് തന്നെയാണ് കാഷ്ടിക്കുന്നത്. സഹോദരങ്ങളെ, മൂത്രമൊഴിക്കുന്നത് കിടന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ആ മാതാവ് 29-30 വർഷമായി ആ ഉമ്മ പൊന്നുമോനെ, കുഞ്ഞുമോനെ, പൊന്നുമോനെ എന്ന് വിളിച്ച മാതാവ് ആ പൊന്നുമോനെ വളർത്തുകയാണ്. ലോകത്ത് അതൊരു ഉമ്മാക്കേ ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് സഹോദരങ്ങളെ. അതിന് ക്ഷമിക്കണം. നമ്മൾ അതിന് ക്ഷമിക്കാൻ ഒരു മനസ്സ് വേണം. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ അല്ലാഹു മക്കളെ തരുമ്പോൾ ചില മക്കൾക്ക് അങ്ങനെ ചില അംഗവൈകല്യങ്ങൾ കൊടുക്കും. മന്ദബുദ്ധിയായ ഒരു മകൻ, ഒരു പിതാവ് ഒരു മകനെ കയ്യിൽ പിടിച്ചെന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഉസ്താദ്, ഇവൻ എന്റെ മകൻ, ഇവനെ കണ്ടാൽ ഒരു കുഴപ്പമില്ല, കണ്ടിച്ചു പ്രത്യേകിച്ചൊരു കുഴപ്പം തോന്നില്ല കുട്ടിക്ക്. പക്ഷേ ആ കുട്ടിയുടെ പ്രത്യേകത എന്താണ്? ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടാൽ അവൻ ഉപദ്രവിക്കും. വല്ല വാഹനങ്ങളോ മറ്റോ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടാൽ കല്ലുപയോഗിച്ച് എറിഞ്ഞതിന്റെ ചില്ല് പൊട്ടിക്കും. അങ്ങനെ അവൻ എല്ലാ കുരുത്തക്കേടുകളും കാണിക്കും. അങ്ങനെ ഒരു കുട്ടി. പക്ഷെ അവനെ കണ്ടാൽ ഒരു കുഴപ്പമില്ല. ഒരുപാട് ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു. ഡോക്ടർമാര് മുഴുവനും കൈമലർത്തിപ്പോയി. ഒരുപാട് മക്കാമുകളിൽ കൊണ്ടുപോയി സിയാറത്ത് ചെയ്തു. ഒരുപാട് നേർച്ച വഴിപാടുകൾ നടത്തി. പക്ഷേ ഇപ്പോഴും തന്റെ മകന് ആ രോഗം മാറിയിട്ടില്ല. രക്ഷകർത്താക്കളെ, അങ്ങനെ ചില മക്കളെ അല്ലാഹു തന്നതെന്തിനാണ്? ക്ഷമിക്കാനാണ് ഉമ്മ. ഞാനും നിങ്ങളും അതിന്റെ പേരിൽ ക്ഷമിച്ചാൽ പടച്ചവൻ നിങ്ങൾക്ക് വലിയ പദവി പരലോകത്ത് തരും ഉമ്മ. എത്രയോ ആളുകൾക്ക് മക്കളെ കൊടുത്തിട്ട് അല്ലാഹു പെട്ടെന്ന് മക്കളെ അങ്ങെടുത്ത് കളയുകയാണ്. എന്റെ സഹോദരൻ, ഗൾഫിൽ നിന്നൊരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഫ്രണ്ട് അവൻ ഗൾഫിൽ ഫാമിലി അടക്കം താമസിക്കുന്നവനാണ്. ഗൾഫിൽ ഫാമിലി അടക്കം താമസിക്കുന്നയാളാണ്. ഒരു ദിവസം അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ കാർ ഷെഡ് ഉണ്ട്. കാർ ഷെഡിന്റെ കുറച്ച് ഫ്രണ്ടിലിട്ട് കാർ വാഷ് ചെയ്തു. കാർ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവൻ കാറിനകത്ത് കയറി റിവേഴ്സ് ഗിയർ ഇട്ട് കാർ ഷെഡിനകത്തേക്ക് കയറ്റി. അന്നേരത്തൊരു നിലവിളി കേട്ടു, ഒരു ശബ്ദം കേട്ടു. ഓടിച്ചാടി ഇറങ്ങി വന്ന് നോക്കുമ്പോൾ തന്റെ 3 വയസ്സ് പ്രായമുള്ള പൊന്ന കിടാവ് അതാ തന്റെ റിവേഴ്സ് എടുത്ത കാറിന്റെ പിറകിലത്തെ ബാക്കിലെ വീലിന്റെ അടിയിൽ ആ കുട്ടിയുടെ തല കയറി ഇറങ്ങി മരിച്ചിരിക്കുകയാണ്. 8 വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിനോട് ദ്വാരന്ന് 8 വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു കനിഞ്ഞു നൽകിയ പൊന്നുമോൻ, അതാ 3 വയസ്സ് പ്രായമില്ലാത്ത പൊന്നുമോൻ, അള്ളാഹു അവനെ അങ്ങ് തിരിച്ചെടുത്തിരിക്കുകയാണ്. അല്ലാഹുമ്മ ജഅൽഹു ഫർതൻ ലിഅബവൈഹി. അല്ലാഹുവേ, ഈ
കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് ഒരു മിൻവിരുന്നാക്കണേ തമ്പുരാനെ. പുന്നാര നബി തങ്ങളില്ലയോ അവിടുത്തെ പൊന്നുമക്കളെല്ലാം മരണപ്പെട്ടു പോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒഴിച്ചുള്ള മുഴുവൻ മക്കളും, ഇബ്രാഹിം അടക്കമുള്ള മുഴുവൻ മക്കളും മരിച്ചുപോയി. അന്നേരത്തെ അന്നാട്ടുകാര് പറഞ്ഞു, മുഹമ്മദേ നീ അബദ്ധറാണ്, നീ വേരറ്റുപോയവനാണ്, നീ പിതൃത്വം അവകാശപ്പെടാനില്ലാത്തവനാണ്. ഹബീബിന് വല്ലാത്ത സങ്കടമുണ്ടായി. പുന്നാര നബി തങ്ങളുടെ ഇബ്രാഹിം എന്ന പൊന്നുമോൻ, ആ കുഞ്ഞുമോന്റെ ജനാദ എടുത്ത് ഖബറിലേക്ക് താഴ്ത്തി വെക്കാൻ നേരം ആരംഭ റസൂലുള്ള പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. അന്നേരത്തെ സഹാബിമാര് ചോദിച്ചു, നബിയേ അങ്ങ് കരയുകയോ നബിയേ? സഹാബത്തെ, അതെ ഞാൻ കരയുകയാണ്. ഇത് റഹ്മത്താണ്, ഇത് കാരുണ്യത്തിന്റെ കണ്ണുനീരാണ് സഹാബത്തെ. എന്റെ പൊന്നുമോൻ ഇബ്രാഹിം മരണപ്പെട്ടതിൽ എനിക്ക് സങ്കടമുണ്ട്, വ്യസനമുണ്ട്. സഹോദരങ്ങളെ, ഈ പാഠമൊക്കെ അള്ളാഹു എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദുആരെന്നാ പോരായിരുന്നോ? പടച്ചോനെ, എനിക്ക് ഇബ്രാഹിം എന്ന മോനെ നീ എന്തിനാ തന്നിട്ട് തിരിച്ചു വിളിച്ചേ? ആ മോനെ എനിക്ക് തിരിച്ചതാ അല്ലാ എന്ന് പടച്ചോനോട് നബി പറഞ്ഞില്ലല്ലോ. സഹോദരങ്ങളെ, ഇതൊക്കെ പാഠമാണ്. എത്രയോ ആളുകൾക്ക് മക്കളെ കൊടുത്തിട്ട് അള്ളാഹു പെട്ടെന്ന് മക്കളെ പിന്തിരിപ്പിക്കുകയാണ്, എടുക്കുകയാണ്. അന്നേരത്ത് നമ്മൾ ക്ഷമിക്കണം, നമ്മൾ ക്ഷമിക്കണം. നമ്മൾ പടച്ചവനോട് ക്ഷമയുള്ളവരാകാൻ വേണ്ടിയാണ്. കണ്ടില്ലേ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട മാതാവ്, ആ പൊന്നുമോൻ ജനിച്ച ഉടനെ ഫറോവ എന്ന ധിക്കാരിയായ മനുഷ്യൻ കൊന്നുകളയുമെന്ന് പേടിച്ച് നൈൽ നദിയിലേക്ക് ഒരു പെട്ടിയിലാക്കിയിട്ട് പറഞ്ഞു വിട്ടില്ലയോ? ആ ഉമ്മാടെ കൽവിൽ എത്ര വേദനയാ, ആ ഉമ്മാടെ ഹൃദയത്തിൽ എത്ര വ്യസനമാ. നൈൽ നദി തൽ ഓളങ്ങളൂരെയും അത്ഭുത കഥ കേട്ടുൾത്തടം പിടയും ബൽബർ നബി മൂസ തൻ ചരിതങ്ങൾ ഉസരീന നിവർത്തിയിടട്ടെ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പൂവാസിയ ബീവി കണ്ടു തുറക്കുന്നേ. ആസിയ ബീവി എന്ന ഫറോവയുടെ പ്രിയപ്പെട്ട ഭർത്ത ഭാര്യയുടെ സമക്ഷത്തിലേക്ക് അല്ലാഹു അഹങ്കാരികളായ മനുഷ്യന്മാരെ, ധിക്കാരികളായ മനുഷ്യന്മാരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നേ ഇല്ല. ഒരു വാപ്പ മകന് കൊടുക്കുന്ന ഉപദേശമാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് പറയാനുണ്ട് സഹോദരങ്ങളെ, പറഞ്ഞാലും തീരുന്നില്ല. ഒരു വാപ്പ, ഒരു അബ്ബ മകന് കൊടുക്കുന്ന മനോഹരം. നമ്മുടെ വീട്ടിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അബ്ബ ഇരിക്കുന്നു ഉമ്മറപ്പടിയിൽ, സിറ്റ് ഔട്ടിൽ നിന്ന് അബ്ബ പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ മകൻ സ്കൂളിൽ നിന്ന് മടങ്ങി വരികയാണ്. 16 വയസ്സ് പ്രായമുള്ള മകൻ കോളേജിൽ പോയിട്ട്, സ്കൂളിൽ പോയിട്ട് 18 വയസ്സ് പ്രായമുള്ള മകൻ തിരികെ വരുന്നു. അബ്ബ വീടിന്റെ ഔട്ടിന്റെ ഫ്രണ്ടിലിരുന്ന്, സിറ്റ് ഔട്ടിലിരുന്ന് പത്രം വായിക്കുന്നു. ഈ മകൻ അബ്ബായെ കണ്ട മാത്രയിൽ വീടിന്റെ ഫ്രണ്ടിലുള്ള വാതിലിലൂടെ കടക്കുന്നതിന് പകരം വീടിന്റെ ബാക്കിലൂടെ നടന്ന് അടുക്കള വാതിലിലൂടെ, കിച്ചണിലൂടെ അകത്ത് കയറുന്നു. ഇതാണ് അബ്ബായും മകനും തമ്മിലുള്ള ബന്ധം. എങ്ങനെ ശരിയാകും? അങ്ങനെയല്ല വേണ്ടത്. അബ്ബ വീടിന്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഈ മകൻ കടന്നു വന്ന് അസ്സലാമു അലൈക്കും അബ്ബായുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നു. അബ്ബ എഴുന്നേറ്റ് പൊന്നുമോനെ എന്ന് പറഞ്ഞ ആ മകനെ ചേർത്ത് വെച്ചൊരു ചുംബനം കൊടുക്കുന്നു. ഇങ്ങനെയായിരുന്നു വേണ്ടത്. നിങ്ങളിൽ എത്ര ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നു? എത്ര ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നു? മനസ്സിൽ തട്ടി ആലോചിക്കേണ്ട വിഷയമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ ബീവി ഫാത്തിമ അമ്പരത്തമ്പിളി പോലെ, വിണ്ണിലെ താരകം പോലെ, അംബിയ രാജന്റെ ഇംബർ ഹബീബിന്റെ പൊന്നോളി ഫാത്തിമ ബീവി, പൊന്നോളി ഫാത്തിമ.
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങുകയാണ്. മോളെ ഫാത്തിമ എന്ന് പറഞ്ഞ് ഫാത്തിമ ബീവിയുടെ കയ്യിൽ പിടിക്കുകയാണ്. ഫാത്തിമ ബീവിയുടെ കവിൾത്തടങ്ങളിൽ മുത്തം കൊടുക്കുകയാണ്. ഫാത്തിമ ബീവിയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ്. അപ്പമാരെ അമ്മമാരെ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾക്ക് 16 വയസ്സ് കഴിഞ്ഞ മകനെ നിങ്ങൾ ചുംബിച്ചിട്ടുണ്ടോ? അബ്ബമാര് മക്കളെ ചുംബിച്ചിട്ടുണ്ട്. എപ്പോഴാ ചുംബിച്ചിട്ടുള്ളതെന്നറിയോ? അബ്ബമാര് ചുംബിച്ചിട്ടുള്ളത് 4-ാമത്തെ വയസ്സിൽ, 3-ാമത്തെ വയസ്സിൽ, 2-ാമത്തെ വയസ്സിൽ, 5-ാമത്തെ വയസ്സിലൊക്കെ മക്കൾക്ക് ഇഷ്ടം പോലെ ചക്കരേ, മോനെ, പാലേ, കരളേ, കണ്ണേ എന്തൊരൊക്കെ വിളിക്കും. 16 വയസ്സങ്ങ് കഴിഞ്ഞാ അങ്ങോട്ട് പോയെന്നാടാ, ഇങ്ങോട്ട് പോയെന്നാടാ. പിന്നെ വാപ്പാടെ ശൈലി, അബ്ബാടെ ശൈലി, അങ്ങനെ. അതായാൽ പറ്റൂല. മക്കൾ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾ മക്കളെ സ്നേഹിക്കണം. മക്കൾക്ക് സ്നേഹത്തെ പറ്റി ബോധമുള്ള സമയത്ത് നിങ്ങൾ മക്കളെ സ്നേഹിക്കണം. മനസ്സിലായോ? നിങ്ങൾ ചെറിയ പ്രായത്തിൽ മക്കളെ സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ അത് മക്കൾക്കറിയില്ല. അബ്ബാ, നിങ്ങൾ കുഞ്ഞു പ്രായത്തിൽ 4 വയസ്സിൽ 3 വയസ്സിൽ നിങ്ങൾ നിങ്ങളുടെ മകളെ സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ ആ കുട്ടിക്കത് അറിയില്ല. നിങ്ങൾ ആ കുട്ടിക്ക് 16 വയസ്സുള്ളപ്പോൾ ആ കുട്ടിക്ക് സ്നേഹത്തെ പറ്റി അറിയാം. അപ്പോൾ നിങ്ങൾ മകൾക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ടോ വാപ്പ? ആ മകനെ നിങ്ങൾ മുത്തം കൊടുത്തിട്ടുണ്ടോ അപ്പ? ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ മക്കൾക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാകും? സുദീർഘമായി പറയേണ്ട വിഷയമാണ് സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്. സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം തങ്ങൾ മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. മരണപ്പെടാൻ കിടക്കുന്ന ലുഖ്മാൻ തങ്ങളുടെ അടുത്ത പൊന്നുമോൻ വരികയാണ്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റിന്റെ അടുത്തേക്ക് വരുമോ? അളീമായ റബ്ബ് നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഖബൂലാക്കുമാറാകട്ടെ. വിധിയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പറയാനും കേൾക്കാനും അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ലുഖ്മാനുൽ ഹകീം തങ്ങൾ മരണപ്പെടാൻ പോകുകയാണ്. അടുത്തു വന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു മോനെ വിളിച്ചിട്ട് പറയുകയാണ്, മോനെ ഇഅ്തി ശൈഅൻ മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് എന്തെങ്കിലും എനിക്കൊന്ന് കൊണ്ടുതരുമോ മോനെ? ഞാൻ മരണപ്പെട്ടിട്ട് സ്വർഗത്തിലേക്കാണോ പോകുന്നത്, അതല്ല നരകത്തിലേക്കാണോ പോകുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചിട്ട് സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റിയ വല്ലതും നിന്റെ കയ്യിലുണ്ടോ? സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും എനിക്കൊന്ന് കൊണ്ടുതരുമോ മോനെ? എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, ലുഖ്മാനുൽ ഹകീം നിങ്ങൾ മരണപ്പെടാൻ കിടക്കുന്ന സമയത്ത് അവിടുത്തെ പൊന്നുമോനോട് ഇത് പറഞ്ഞപ്പോൾ ആ മകൻ എഴുന്നേറ്റങ്ങ് പോകുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അതാ തന്റെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് വരികയാണ്. പിതാവിന്റെ കൈ ഓപ്പണാക്കിയിട്ടതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. മോനെ ഇതെന്താണ്? മഹാദി, ഇതെന്താണ് മോനെ? അന്നേരത്താ മകൻ പറഞ്ഞു, ഹാദാ തുറാബും മിൻ തുറാബിൽ ജന്നാ, ഇത് സ്വർഗത്തിലെ മണൽത്തരികളിൽപ്പെട്ട മണൽത്തരികളാണ് വാപ്പാ. മിൻ ഐന ജിഅ്ത ബിഹി, നീ ഇതെവിടുന്ന് കൊണ്ടുവന്നതാണ് മോനെ? ഉമ്മാന്റെ കാൽപാദത്തിൽ നിന്ന്. മിൻ തഹ്തി ഖദമി ഉമ്മീ, മിൻ ഖദമി ഉമ്മീ, എന്റെ ഉമ്മാന്റെ കാൽപാദത്തിന്റെ ചുവട്ടിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടുവന്ന മണ്ണാണ്. ഇത് സ്വർഗത്തിലെ മണൽത്തരികളാണ് വാപ്പാ. ഓ അപ്പമാരെ, നിങ്ങൾ മരിച്ചു പോകുമെന്ന ബോധം നിങ്ങൾക്കുണ്ടോ?
ഹാമിദ് യാസീൻ എന്നും ഇങ്ങനെ പ്രസംഗിച്ച് നടക്കൂല. ഒരു ദിവസം എനിക്ക് വരാനുണ്ട്, ആ ദിവസം ഞാൻ മരണപ്പെട്ടു പോകുന്നതാണ്. എത്രയോ ആളുകൾ നമ്മൾ നിൽക്കുന്നത് പള്ളിയുടെ ഖബർസ്ഥാനിന് സമീപമാണ്. ആ കാണുന്ന പള്ളിക്കാട് കണ്ടോ അപ്പമാരെ, അമ്മമാരെ, അവിടെ നിങ്ങളുടെ മുൻഗാമികളായ അപ്പമാര് കിടപ്പുണ്ട്, അമ്മമാര് കിടപ്പുണ്ട്. നിങ്ങളിൽ എത്ര പേരാണ് ആ ഖബറുകളിൽ സിയാറത്തിന് പോയത്? വാപ്പ മരിച്ച ദിവസം ഉമ്മ പറഞ്ഞു, മോനെ നീ പള്ളിയിൽ പോകുമ്പോൾ വാപ്പാടെ ഖബർ സിയാറത്ത് ചെയ്തിട്ടേ വരാൻ പാടുള്ളൂ. അങ്ങനെ വെള്ളിയാഴ്ച, ഒന്നാമത്തെ വെള്ളിയാഴ്ചയായി. മകനോട് ഉമ്മ പ്രത്യേകം പറഞ്ഞു, വാപ്പാന്റെ ഖബറിങ്കിൽ പോകണം. അതാ വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞിട്ട് മകൻ വാപ്പാടെ ഖബറിന്റെ അടുക്കൽ പോകുകയാണ്. രണ്ടാമത്തെ വെള്ളിയാഴ്ച പോയി, മൂന്നാമത്തെ വെള്ളിയാഴ്ച പോയില്ല, നാലാമത്തെ വെള്ളിയാഴ്ച പോയി, അഞ്ചാമത്തെയും ആറാമത്തെയും വെള്ളിയാഴ്ച പോയില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ പോകുകയാണ്. പിന്നെ ഉമ്മയും മകനെ ഓർമ്മിപ്പിക്കാൻ മറന്നു പോകുകയാണ്. എന്നെ എല്ലാരും മറന്നു പോകും, നിങ്ങളെ എല്ലാരും മറന്നു പോകും. നിങ്ങൾ എത്ര വലിയ സമ്പന്നന്മാരായാലും, നിങ്ങൾ എത്ര വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകളായാലും എല്ലാവരെയും അങ്ങ് മറന്നു പോകും കേട്ടോ. ആ പള്ളിക്കാട്ടിൽ അന്തിയിറങ്ങുന്ന എത്ര ആളുകളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമല്ലായിരുന്നോ? സഹോദരങ്ങളെ, ഖബറാളിയായ മനുഷ്യൻ ഖബറിൽ കിടന്ന് നിലവിളിക്കും. നിങ്ങളുടെ അപ്പമാര് നിലവിളിക്കുന്നുണ്ട്, അല്ലാഹുവേ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അതാ ഖബറിന്റെ പരിസരങ്ങളിലുള്ള ഏതോ ഒരു ഖബറിൽ കിടക്കുന്ന പിതാവിന്റെ ആലിമായ മകൻ അവിടെ സിയാറത്തിന് വരികയാണ്. ആലിമായ മകൻ അറിയാം, എന്റെ അബ്ബ അവിടെ മരണപ്പെട്ട് കിടക്കുകയാണ്. അവന്റെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്താൽ അത് അബ്ബാക്ക് വലിയ സന്തോഷമാണ്, അമ്മാക്ക് പെരുത്ത സന്തോഷമാണ്. من زار قبر أبويه أو أحدهما في كل جمعة غفر له وكتب برا. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച മരണപ്പെട്ടു പോയ അബ്ബായുടെ അമ്മായുടെ ഖബർ സിയാറത്ത് ചെയ്ത് ദുആ എന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ ഗുഫിറ ലഹു വകുതിബ ലഹു ബർറാ. ഗുഫിറ ലഹു വകുതിബ ബർറാ. അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അവരെ സ്വാലിഹീങ്ങളിലേക്ക് അല്ലാഹു അവരുടെ പേരുകൾ എഴുതി ചേർക്കുന്നതാണ്. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു, ഇന്ന് ശനിയാഴ്ച രാത്രിയാണ്. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ മരണപ്പെട്ടു പോയ അബ്ബായുടെ ഖബറിന്റെ അടുത്ത് പോകില്ല? നിങ്ങളും മരിക്കും. നിങ്ങളുടെ ഖബറിന്റെ അടുത്ത് നിങ്ങളുടെ മക്കൾ വരില്ല. അപ്പോഴാണ് നിങ്ങൾക്കതിന്റെ വേദന അറിയുന്നത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു ഖബറാളിയുടെ അവസ്ഥ. അവിടുത്തെ ലോകപ്രസിദ്ധമായ ഗ്രന്ഥം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ അവിടുന്ന് പറഞ്ഞു, ഒരു ഖബറാളി വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നവനെ പോലെ ഒരു കച്ചി തുരുമ്പ് കിട്ടിയാൽ എനിക്ക് രക്ഷപ്പെടാമല്ലോ. ആരാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത്? അവൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാ, എന്റെ മക്കൾ ആരെങ്കിലും ഒരു ഫാത്തിഹ ഓതുന്നുണ്ടോ? എന്റെ ഖബറിന്റെ പരിസരത്തുള്ള ഖബറിൽ കിടക്കുന്ന ആളിന്റെ മകൻ വന്ന് ദുആയിരുന്നു പോയി, ഫാത്തിഹ ഓതിപ്പോയി. എന്റെ ഖബറിന്റെ അടുത്തേക്ക് എന്റെ മക്കൾ വരുന്നില്ല. ഒരു ഫാത്തിഹ എന്റെ പേരിൽ എന്റെ മക്കൾ ഓതുന്നില്ല. ഒരു ഖുർആനായത്ത് ഓതിയിട്ട് എന്റെ മക്കൾ എനിക്ക് ഹദിയ ചെയ്യുന്നില്ല. ഓരോ ഖബറാളിയും ഖബറിൽ കിടന്ന് നിലവിളിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. ആരാണ് ഖബറിൽ? അല്ലാഹു നമുക്ക് നല്ല പിൻഗാമികളായ മക്കളെ തരട്ടെ.
ഖബറിൽ വന്ന് ദുആരക്കാൻ. അതിന് നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ അബ്ബാടെ ഖബറിന്റെ അടുത്ത് നിങ്ങളെ മക്കളെ കയ്യിൽ പിടിച്ച് വെള്ളിയാഴ്ച ദിവസം കൊണ്ടുപോകണം. എങ്ങനെ അറിയാനാ ഉസ്താദേ? ഖബർ പണ്ടൊക്കെ ആണെങ്കിൽ അറിയായിരുന്നു. ഇപ്പൊ കാടൊക്കെ പിടിച്ച് അവിടെ പോയി കാലെടുത്ത് വരെ ഖബറിൽ ചാടി അതിലൂടെ കുഴി ചാടി വീണ് വെറുതെ ഇവിടെ നിന്ന് ചോദിയാലും കിട്ടും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങളെ മക്കളും പറയും, എന്തിന് വാപ്പാടെ ഖബറിൽ പോണം, ഇവിടെ നിന്ന് ചോദിയാൽ വാപ്പാക്ക് കിട്ടുമല്ലോ. ചില മക്കൾ അങ്ങനെ പറയും. ചില മക്കൾ പറയും വാപ്പ ചെയ്തത് വാപ്പാ കൊണ്ട്, ഉമ്മ ചെയ്തത് ഉമ്മ കൊണ്ട്, ഞാൻ ചെയ്തത് എനിക്കുണ്ട്, അതുകൊണ്ട് വാപ്പ അവിടെ കിടക്കട്ടെ എന്ന് പറയും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിൽ